രാഹുലിന് എത്ര കാലം ഒളിച്ചിരിക്കാനാകും, ഈ ജനങ്ങളുടെ മുന്നിൽ രാഹുൽ മാങ്കൂട്ടത്തിന് എത്ര കാലം പിടിച്ചിരിക്കാനാകും എന്ന് ചോദിച്ച ഷഹനാസ് ഇന്ന് എവിടെ എന്ന് ആർക്കും അറിയില്ല. അതിന് പിറ്റേന്ന് തന്നെ ഷഹനാസ് വന്ന് വളരെ പച്ചയ്ക്ക് പത്രങ്ങളുടെ മുന്നിൽ ഇരുന്നു കൊണ്ട് രാഹുൽ മഹാ കോഴിയാണ് എന്ന വിധത്തിൽ, അയാള് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ്, വീട്ടിൽ അടുപ്പിക്കാൻ പറ്റാത്ത ആളൊക്കെയാണ് എന്ന നിലയിൽ വളരെ ആക്ഷേപിച്ച് വളരെ വളരെ മോശമായി സംസാരിക്കുന്നത് നമ്മൾ കണ്ടു. ഈ കർമ്മ കാലം കാത്തുവെച്ച കാവ്യനിധി എന്നൊക്കെ പറയുന്നത് തന്നെയാണ്. ഷഹനാസ് രാഹുൽ മാങ്കൂട്ടത്തിനെ ചെറുതായിട്ടൊന്നുമല്ല ആക്ഷേപിച്ചത്. അറിയാമല്ലോ നമുക്ക്, രാഹുൽ മാങ്കൂട്ടത്തില് ഒളിവിലായിരുന്നു. അപ്പൊ അതായത് മുൻകൂർ ജാമ്യ ഹർജി കൊടുത്തിട്ട് അതിന് ഒരു ഉത്തരവ് വരുന്നത് വരെ ഒളിവിലായിരുന്ന സമയത്ത് കേരള പോലീസ് മുഴുവൻ അരിച്ചു പെറുക്കിക്കൊണ്ടിരുന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെ ഏതൊക്കെ രീതിയിലാണ് ആക്ഷേപിച്ചിരുന്നത് എന്ന്. അതായത് യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആകുന്നതിന് മുമ്പ് തന്നെ അയാളൊരു പെൺവേട്ടക്കാരനായിരുന്നുവെന്നും അത് ഷാഫിയെ അറിയിച്ചിരുന്നെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് വലിയ തോതിൽ അദ്ദേഹത്തിനെതിരെ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആക്ഷേപങ്ങൾ ഉന്നയിച്ചിരുന്നു. ആ ഷഹനാസ് ആണ് അതേപോലെ ആക്ഷേപങ്ങൾ നടത്തിയതിന് ഇപ്പോൾ കുടുങ്ങിയിരിക്കുന്നത്. വെറും ഒരു കുടുക്കല്ല, ആക്ഷേപങ്ങൾ ഉന്നയിച്ചതിന് വന്നിട്ടുള്ള അപകീർത്തി കേസ് മാത്രമല്ല, അറസ്റ്റ് വാറണ്ട്, ജാമ്യമില്ലാത്ത അറസ്റ്റ് വാറണ്ട്. സാധാരണഗതിയിൽ കോടതികൾ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കാറുണ്ട്, വന്നു കഴിഞ്ഞാൽ ജാമ്യം കൊടുത്ത് വിടാറുമുണ്ട്. പക്ഷെ ഇത് ജാമ്യമില്ലാത്ത അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കുന്നു. അതിനർത്ഥം ഇതിനു മുമ്പ് തന്നെ നിയമ നടപടികൾ പലതും നടത്തിയിരുന്നു, അതിനോടൊന്നും നിയമപരമായി ഷഹനാസ് സഹകരിച്ചിട്ടില്ല എന്ന് തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടത്തില് മാറി നിന്നപ്പോ, നിയമപരമായി തന്നെ ഹർജി കൊടുത്ത് മാറി നിന്നപ്പോ വളരെ ആക്ഷേപിച്ച് സംസാരിച്ച ഷഹനാസ്, സോഷ്യൽ മീഡിയയിൽ പരിഹാസ പെരുമഴ തീർത്ത ഷഹനാസ്, അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യം കിട്ടി പുറത്ത് വന്ന ശേഷം ഹാഷ്മിക്ക് 24-ലെ ഹാഷ്മിക്ക് ഒരു ഇന്റർവ്യൂ കൊടുത്തിരുന്നു. ഏറ്റവും കൂടുതൽ ആക്രമിച്ചത്, രാഹുൽ മാങ്കൂട്ടത്തിനെ ആക്രമിച്ചത് ഹാഷ്മിയായിരുന്നു. ഹോസ്ദുർഗ് കോടതിയിൽ ഇപ്പൊ തന്നെ ഹാജരാക്കുമെന്നും അവിടെ ഹോസ്ദുർഗ് പോലീസ്, കേരള പോലീസ് അറസ്റ്റ് ചെയ്തുവെന്നും ഒക്കെ രാഹുൽ കസ്റ്റഡിയിൽ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ഹാഷ്മിയാണ്. അതേ ഹാഷ്മി താജ് ഇബ്രാഹിമിന്റെ മുന്നിലാണ് ഇന്റർവ്യൂവിന് വേണ്ടി ചെന്നിരുന്നത്. ഹാഷ്മിയെ വെള്ളം കുടിപ്പിക്കുന്ന വിധത്തിൽ ജനങ്ങൾക്ക് സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയും ജനങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്ന, രാഹുൽ വിരോധികൾ ചോദിച്ചുകൊണ്ടിരുന്ന ചോദ്യങ്ങൾക്ക് വളരെ വ്യക്തമായ ശക്തമായ മറുപടി അന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞിരുന്നു. അതിന് പിറ്റേന്ന് തന്നെ ഷഹനാസ് വന്ന് വളരെ പച്ചയ്ക്ക് പത്രങ്ങളുടെ മുന്നിൽ ഇരുന്നു കൊണ്ട് രാഹുൽ മഹാ കോഴിയാണ് എന്ന വിധത്തിൽ, അയാള് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ്, വീട്ടിൽ അടുപ്പിക്കാൻ പറ്റാത്ത ആളൊക്കെയാണ് എന്ന നിലയിൽ വളരെ ആക്ഷേപിച്ച് വളരെ വളരെ മോശമായി സംസാരിക്കുന്നത് നമ്മൾ കണ്ടു. അതിനുശേഷം അതാരോ പറയിച്ചതാണ്, അല്ലെങ്കിൽ നിങ്ങൾ എന്നെ കൊണ്ട് പറയിച്ചു എന്നൊക്കെ സംസാരം അറിയാതെങ്കിലും പുറത്തു വന്നെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിന് ചില്ലറ മോശമൊന്നും അല്ല അതുകൊണ്ടുണ്ടായത്. ഏതായാലും അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ DGPക്ക് ഷഹനാസിനെതിരെ ഒരു അപകീർത്തി കേസ് കൊടുക്കുകയും ചെയ്തു. ചുരുക്കം പറഞ്ഞാൽ ഷഹനാസ് ഈ അടുത്ത കുറെ നാളുകളായി വലിയ തിരിച്ചടിയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ആൾമാറാട്ട കേസ്, വ്യാജ ID ഉണ്ടാക്കിയ കേസുകൾ, അങ്ങനെ വ്യാജ വ്യക്തിത്വം, ഇങ്ങനെ പല രീതിയിൽ സോഷ്യൽ മീഡിയയിലും അല്ലാതെയും വാർത്തകൾ വരുന്നു. അതോടൊപ്പം വ്യാജ ID ഉണ്ടാക്കിയതിന് കേസുകൾ വരുന്നു. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഷഹനാസ് വെട്ടിലായിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തിരിഞ്ഞപ്പോ 4 നാവുമായി ഇറങ്ങിയിരുന്ന, എല്ലായിടത്തും കണ്ടിരുന്ന, സോഷ്യൽ മീഡിയയിലും ഒക്കെ കണ്ടിരുന്ന ഷഹനാസ് പക്ഷെ ഇപ്പൊ മുങ്ങിയിരിക്കുകയാണ്. ഇവിടെ ഏറ്റവും രസകരമായ ഒരു കാര്യം, ഷഹനാസ് ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് താൻ ഒരു എഴുത്തുകാരി എന്നാണ്. അതേ ഷഹനാസിന് തിരിച്ചടി ലഭിക്കുന്നത്, ഷഹനാസിനെതിരെ 25 ലക്ഷം രൂപയുടെ ഒരു മാനനഷ്ട കേസ് വരുന്നത് എഴുത്തു മേഖലയിൽ നിന്ന് തന്നെയാണ്. പ്രശസ്ത എഴുത്തുകാരനായിട്ടുള്ള VR സുധീഷാണ് ഷഹനാസിനെതിരെ അപകീർത്തി കേസ് കൊടുത്തത്. അതായത് ഷഹനാസ് ഈ VR സുധീഷിനെ നിരന്തരം അപമാനിച്ച്, 2023 സംഭവം, അടിച്ച് ഇങ്ങോട്ട് ഊറക്കിട്ടിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ. അന്ന് തന്നെ പരാതി കൊടുത്തു. കോടതി ഉത്തരവുകൾക്ക് പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് ഷഹനാസ് സുധീഷിനെതിരെ വീണ്ടും ആരോപണങ്ങളും ആക്ഷേപങ്ങളും ചൊരിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ കോടതി എന്നതൊരു നോക്കുകുത്തിയായിട്ടിരിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഷഹനാസിനെ അറസ്റ്റ് ചെയ്യാത്ത, അതായത് ജാമ്യമുള്ള അറസ്റ്റ് വാറണ്ട് കൊടുത്തിരുന്നു, അറസ്റ്റ് ചെയ്ത് ഹാജരാക്കണമായിരുന്നു. ബേപ്പൂർ CIക്കായിരുന്നു അതിന്റെ ചുമതല ഉണ്ടായിരുന്നത്. ബേപ്പൂർ CI പക്ഷേ ഷഹനാസിനെ കാണാനില്ല എന്നാണ് ഇപ്പോഴും പോലും ഷഹനാസിനെ കാണാനില്ല എന്നാണ് പറയുന്നത്. അതായത് ചാനലുകളിലും മറ്റും സോഷ്യൽ മീഡിയയിലും ഒക്കെ ഷഹനാസ് സജീവമായ രംഗത്തുണ്ട്. പക്ഷെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ പോലീസ് ഷഹനാസിനെ കാണുന്നില്ല. ഒരുപക്ഷെ അവർ നോക്കുന്ന ഭാഗത്ത് കാണുന്നില്ലായിരിക്കും, സത്യമായിരിക്കും അവർ പറയുന്നത്. ഏതായാലും അത്തരത്തിൽ കോടതിയെ ഇട്ട് വട്ടുകളിപ്പിച്ചതിന് CIക്ക്, അതായത് ബേപ്പൂർ CIക്ക് മെമ്മോ കൊടുത്തിരിക്കുകയാണ് കോടതി. കഴിഞ്ഞ ഡിസംബർ 26-നായിരുന്നു ഫൈനലായി അവിടെ കോടതിയിൽ ഹാജരാകേണ്ടിയിരുന്നത്. 26-ന് കോടതിയിൽ ഹാജരാകാതിരുന്നപ്പോൾ സ്വാഭാവികമായിട്ടും ഇനി ജാമ്യമില്ലാത്ത
അറസ്റ്റ് വാറണ്ട്, അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കുകയെന്ന്. നമ്മുടെ ഇന്നത്താൻ കേസ് കൂട് എന്ന സിനിമയിലെ പറയുന്ന ഒരു ഡയലോഗുണ്ട്, അറസ്റ്റ് ചെയ്ത് ഹാജരാക്കണോ എന്ന്. ഏതാണ്ട് സമാനമായിട്ടുള്ള ഒരു ഡയലോഗാണ് അല്ലെങ്കിൽ ഒരു കോടതി രംഗമാണ് ഇക്കാര്യത്തിൽ ജനങ്ങൾക്ക് ഓർമ്മ വരുന്നത്. സോഷ്യൽ മീഡിയയിൽ ഷഹനാസിൻ്റെതായ ഒരു സാമ്രാജ്യം തീർത്തിരുന്നു. ആരെയും വിമർശിക്കാം, എന്തും പറയാം, അതുപോലെ ചാനലുകളിൽ വന്നിരുന്ന് ഏത് രീതിയിലും സംസാരിക്കാം എന്ന രീതിയിൽ തൻ്റെതായ ഒരിടം, വിമർശിക്കാനുള്ളൊരിടം തീരുമാനിച്ചുറപ്പിച്ച് ആരെയും എങ്ങനെയും വിമർശിച്ച് ആക്ഷേപിച്ചുകൊണ്ടിരുന്ന ഷഹനാസ് ഇപ്പോൾ നിയമത്തിന്റെ മുന്നിൽ മുട്ടുവരയ്ക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുൻകൂർ ജാമ്യ ഹർജി കൊടുത്ത ശേഷം രാഹുൽ മാങ്കൂട്ടത്തില് ഒളിവിൽ പോയപ്പോൾ രാഹുലിന് എത്ര കാലം ഒളിച്ചിരിക്കാനാകും, ഈ ജനങ്ങളുടെ മുന്നിൽ രാഹുൽ മാങ്കൂട്ടത്തിന് എത്ര കാലം പിടിച്ചിരിക്കാനാകും എന്ന് ചോദിച്ച ഷഹനാസ് ഇന്ന് എവിടെ എന്ന് ആർക്കും അറിയില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തുണ്ട്. ഇത്രയധികം ആരോപണങ്ങളും ഇത്രയധികം കേസുകളും വന്നതിന് ശേഷവും ജാമ്യം ലഭിച്ച ശേഷവും ഒക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ എല്ലാം നേരിട്ടുകൊണ്ട് പുറത്തു തന്നെ ഉണ്ട്. പക്ഷേ അതേ രാഹുൽ മാങ്കൂട്ടത്തിനെ ആക്ഷേപിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തിറങ്ങുന്നത് വരെ, ജാമ്യം കിട്ടുന്നത് വരെ ഉണ്ടായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ മഹാകോഴിയാണ്, ഈ സമൂഹത്തിൽ ഇറങ്ങി നടത്താൻ കഴിയില്ല എന്ന് പരസ്യമായി ചാനൽ ചർച്ചകൾ വന്നിരുന്നു പറഞ്ഞ ഷഹനാസ് ഇന്ന് എവിടെയാണ് എന്ന് മഷിയിട്ട് നോക്കേണ്ട ഒരു സാഹചര്യമാണ്. അതായത് ഷഹനാസിന്റെ നീക്കം, ഇനിയുള്ള നീക്കം എന്താണ് എന്നാണ് സോഷ്യൽ മീഡിയ നോക്കിക്കൊണ്ടിരിക്കുന്നത്. മീഡിയകൾക്ക് പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പോകാനാണ് താല്പര്യം. രാഹുൽ മാങ്കൂട്ടത്തിനെ ആരെങ്കിലും എതിർത്താൽ, രാഹുൽ മാങ്കൂട്ടത്തിനെ ആരെങ്കിലും തെറി പറഞ്ഞാൽ, രാഹുൽ മാങ്കൂട്ടത്തിനെ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ ആ പറഞ്ഞവർക്ക് കൂടെ പോകുന്നതിനാണ് മീഡിയകൾക്ക്, മെയിൻ സ്ട്രീം മീഡിയകൾക്ക് കൂടുതൽ താല്പര്യം. എന്നാൽ ഈ അടുത്ത കാലത്ത് ഇത് മാറി തുടങ്ങിയിട്ടുണ്ട്. അതായത് രാഹുൽ ഹഷ്മിക്ക് കൊടുത്തിട്ടുള്ള ആ ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുള്ള വ്യക്തതയുള്ള കുറെ സംസാരങ്ങളുണ്ട്. ആ സംസാരം കോടതിയും ശരിവെച്ചിട്ടുണ്ട്. അതാണ് ശരി എന്ന കോടതി മുൻകൂർ ജാമ്യ ഹർജികളിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെതായി വന്നിട്ടുണ്ട്. രാഹുൽ നമുക്കറിയാമല്ലോ, ഈ കേസുകൾ വരുന്നതിന് മുമ്പ്, FIR വരുന്നതിന് മുമ്പ് പറഞ്ഞിരുന്നു, നിയമവ്യവസ്ഥിതി, അതായത് ഇന്ത്യയിലെ നിയമ സംവിധാനങ്ങൾ കുറ്റക്കാരനാണ് എന്ന് പറയുന്ന യാതൊന്നും തന്നെ ഞാൻ ചെയ്തിട്ടില്ല, ആ അർത്ഥത്തിൽ ഞാൻ കുറ്റക്കാരനല്ല എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ അന്ന് പറഞ്ഞിരുന്നു. ആദ്യത്തെ FIR വരുന്നതിന് മുമ്പ് പറഞ്ഞിരുന്നു. ഇപ്പോ മൂന്നാമത്തെ FIR വന്ന് മൊഴിയും മറ്റു കാര്യങ്ങളും എല്ലാം വന്ന് മുൻകൂർ ജാമ്യം ഒക്കെ കഴിഞ്ഞ് നിൽക്കുമ്പോൾ കോടതികളുടെ നിരീക്ഷണവും അങ്ങനെ തന്നെയാണ്. അത്തരത്തിൽ കോടതികൾ നിരീക്ഷിക്കപ്പെട്ടിരിക്കുന്ന അതേ സമയത്ത് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് വളരെ മോശമായി പറഞ്ഞുകൊണ്ട് ഷഹനാസും വരുന്നത്. അതേ ഷഹനാസ് ആണ് ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ ആക്ഷേപിച്ചതുപോലെ ഒളിവിൽ പോയിരിക്കുന്നത്. അതായത് ഷഹനാസിന് എന്ത് സംഭവിച്ചു, ഷഹനാസ് എവിടെയാണ് എന്നാണ് ഇന്ന് മാധ്യമലോകവും സോഷ്യൽ മീഡിയയും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. Different angles. Don't forget to subscribe and support this channel.